friends, welcome back to my channel. എൻ്റെ പേര് സ്മിത. ഞാനിപ്പോൾ യുകെയിലാണുള്ളത്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേര് എന്നോട് ചോദിച്ചു, ചേച്ചി ഇവിടെ നിങ്ങൾ സ്റ്റുഡൻ്റായിട്ട് പോയിട്ട് കുറച്ച് ഫേക്ക് കല്യാണങ്ങളൊക്കെ നടത്തി നമ്മൾ എന്താ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് മാറും. ഫേക്ക് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സായിപ്പന്മാരെയോ മദാമ്മമാരെയോ ഒക്കെ കെട്ടി, അതായത് ബ്രിട്ടീഷ് പൗരത്വമുള്ള ആൾക്കാരെ ഫേക്കായിട്ട് കെട്ടിക്കൊണ്ട്, ഫേക്കായിട്ടെന്ന് പറഞ്ഞാൽ ഒറിജിനൽ മാരേജ് അല്ല, വെറുതെ ഗവൺമെൻറ്റിനെ കാണിക്കാൻ വേണ്ടി ഒരു മാരേജൊക്കെ ആയിട്ട് നടത്തിയിട്ട് ഇത് നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുമ്പം ആ ഫേക്ക് മാരേജ് എന്താണെന്ന് വെച്ചാൽ ഡൈവോഴ്സ് ആയി പോകുന്ന ഒരു രീതിയിൽ ചെയ്യുന്നുണ്ടോ. പിന്നെ അതുപോലെ EU സെറ്റിൽമെൻറ്റ് സ്കീം വഴി കയറി നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? നമുക്ക് പോസ്റ്റഡി വർക്ക് വിസ ഇപ്പോൾ എടുക്കാൻ താല്പര്യമില്ല, പക്ഷേ EU സെറ്റിൽമെൻറ്റ് സ്കീം വഴി ആകുമ്പം ഒരു 3-4 വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരു സിറ്റിസൺഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു PR മാറാൻ കഴിയുമോ? അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങളൊക്കെ അവിടെ പോയി ഇതാണോ ചെയ്യുന്നത്? കാനഡയിലും UK ഒക്കെ പോയി നമ്മുടെ സ്റ്റുഡൻസൊക്കെ ഇതാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറച്ച് പേരൻസും കുറച്ച് അല്ലെങ്കിൽ സ്റ്റുഡൻസും ആയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നവരല്ല, വരാൻ വേണ്ടി നിൽക്കുന്നവർ. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു വീഡിയോ കണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്, ആ കുട്ടിക്ക് പറ്റിയ ചതിയും ആ കുട്ടിക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ നല്ല ബോൾഡായിട്ട് പറഞ്ഞത്. ഇങ്ങനെ ആരും ചെയ്യാറില്ല. ആ കുട്ടി തന്നെ ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. ഇനി മുൻപോട്ട് ഇത് ആർക്കും വരരുത്, നല്ല ബോൾഡായിട്ട് നിന്ന് ഇനി ഇവിടെ നിന്ന് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി ആരും ഈ ഒരു ചതിയിലേക്ക് വീഴാതെ ഇനി ബാക്കിയുള്ളവരെ അതിൽ നിന്ന് രക്ഷിച്ച്, മാത്രമല്ല എനിക്ക് എൻ്റെ പാരൻസിനോട് കുറച്ച് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുട്ടി നല്ല ബോൾഡായിട്ട് നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ടാണ് കുറച്ച് പേര് ഇത് ചോദിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ പറയാനായിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ആ പറഞ്ഞ ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ എന്നാക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ചതിയിൽ പെട്ട് ഇങ്ങോട്ട് വരുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്, ചതിയിൽ പെടുത്തിക്കൊണ്ട് വരുന്നവരും ഇഷ്ടംപോലെയുണ്ട്. ഒരാളെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം മറ്റൊരാളുടെ ചതിയിൽ പോയി വീഴില്ല, അതും കാശ് കൊടുത്തിട്ട്. ഇവിടെ പല രീതിയിലുള്ള ലൂപ്പ് ഹോൾസ് മനസ്സിലാക്കിയിട്ട്, കൂടുതലും നൈജീരിയൻസും അല്ലെങ്കിൽ ഇന്ത്യൻസും ഏഷ്യൻസുമാണ് ഇവിടുത്തെ ലൂപ്പ് ഹോൾസ് മനസ്സിലാക്കിയിട്ട് അത് വെച്ച് ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഫേക്ക് സൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഫേക്ക് COS ഒക്കെ ഉണ്ടാക്കി പൈസ മേടിച്ച് ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതിൽ മെയിനായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കെയർ വിസയാണ്. ഒരു വാലിഡും അല്ലാത്ത കമ്പനിയിലോട്ടൊക്കെ ജസ്റ്റ് COS അപ്ലൈ ചെയ്ത് ഒരു CQC ഇൻസ്പെക്ഷൻ പോലും നടക്കാത്ത ഒരു കമ്പനി, ഒരു കെയർ ഹോം കമ്പനിയിലേക്ക് ആദ്യം അവർ വിസ സ്പോൺസർഷിപ്പിൻ്റെ എലിജിബിലിറ്റി മേടിച്ചെടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിൽ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ വമ്പൻ പൈസകളൊക്കെയാണ് ചോദിക്കുന്നത്, ലക്ഷങ്ങളൊക്കെ മേടിച്ച് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ വന്ന് ഒരു ഫസ്റ്റ് CQC ഇൻസ്പെക്ഷനിൽ തന്നെ ചിലപ്പോൾ ആ കെയർ ഹോമിൻ്റെയോ ആ ഒരു കമ്പനിയുടെ ലൈസൻസ് പോകും. അങ്ങനെ പോയിട്ടുള്ള കുറേ പേര് ഇവിടെ ഉണ്ട്. അപ്പം അവർക്ക് അതിനെപ്പറ്റി നാട്ടിൽ നിന്നാകുമ്പോൾ കുറച്ച് ചിലപ്പോൾ നാട്ടിൽ നിന്ന് നമുക്ക് തിരക്കാനൊക്കെ ഉള്ള മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് ഗവൺമെൻറ് സൈറ്റ്സിലൊക്കെ കയറി നോക്കിക്കഴിയുമ്പോൾ പക്ഷേ അവർക്ക് വിസ സ്പോൺസർഷിപ്പ് കൊടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. വിസ സ്പോൺസർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ല, ഇങ്ങോട്ട് കയറി വരും. അങ്ങനെ ചതിയിൽപ്പെട്ട കുറേ പേരുണ്ട്. പിന്നെ ഇപ്പോഴും എന്നോട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, എത്ര രൂപയായാലും കൊടുക്കാൻ തയ്യാറാണ്, ഞങ്ങളുടെ വീട് വിറ്റായാലും ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തയ്യാറാണ്, കെയർ ഹോമിലെങ്ങാനും ഒരു ഏതെങ്കിലും ഒരു ചെറിയ കെയർ ഹോമെങ്കിലും ഒരു വിസ എടുത്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോഴും മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എത്ര പറഞ്ഞാലും അവർക്ക് എന്താ മനസ്സിലാവാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ ഫേക്ക് +2 കഴിഞ്ഞാണോ നിങ്ങൾക്ക് വേറെ എവിടെ ഫ്രൂട്ട് പിക്കിങ് അല്ലെങ്കിൽ പിന്നെ പാക്കിങ് അല്ലെങ്കിൽ വെയർ ഹൗസ് ജോലി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് അതും ചോദിക്കുന്നുണ്ട്. കുറേ ഫേക്ക് COS ഒക്കെ കാണിച്ചിട്ട് ഇത് ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ അതും പറയുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നാഷണൽ മിനിമം വേജ് ആണ് ഈ ഒരു ജോലിയൊക്കെ, മാക്സിമം ഇങ്ങനത്തെ സാധാരണ ജോലികളൊക്കെ അതിൻ്റെയും ഡബിളൊക്കെ സാലറിയാണ് പറയുന്നത്. അപ്പം ഈ സാലറിയുടെ ഇതും പിന്നെ കുറേ ഇൻസെൻറ്റീവ്സ് ബെനിഫിറ്റ്സ് അങ്ങനെയൊക്കെ ഈ ഫേക്ക് COSൽ കാണും. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ദൈവമേ, ഓക്കെ ഇത്ര രൂപ കൊടുത്താലും, ഇപ്പോൾ 20 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് കയറി വന്നാലും 5 വർഷം കഴിയുമ്പോൾ എനിക്ക് PR ആവും. ഇവർ തന്നെ പറയും ഇത് 3 വർഷത്തെ വിസയാണ്, അത് കഴിയുമ്പോൾ 2 വർഷം ഞങ്ങൾ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പുതുക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് കയറി വരുമ്പം ഇവിടെ കയറി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുന്നത്. ചിലപ്പോൾ ഇങ്ങോട്ട് കയറി വരാൻ പോലും പറ്റത്തില്ല. പൈസയും കൊടുത്ത് കഴിയുമ്പോഴായിരിക്കും അങ്ങനെ ഒരു കമ്പനിയോ അങ്ങനെ ഒരു ഒന്നും അങ്ങനെ ഒരു പ്ലേസ് പോലും മേ ബി കാണില്ല ഇവിടെ.
ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നത് മലയാളികളാണ്. മലയാളികൾ ഇടയ്ക്ക് നിന്ന് കുറേ കളിക്കുന്നുണ്ട്. ഇപ്പോഴും കെയർ വിസ ആണെങ്കിൽ കുറേ കെയർ ഹോമുകളിൽ ആൾക്കാരെ ആവശ്യമുണ്ട്, കെയറേഴ്സിനെ ആവശ്യമുണ്ട്, അവർക്ക് വിസ കൊടുക്കാനുള്ള ചാൻസസും ഉണ്ട്. പക്ഷേ ഇന്ന് കുറേ മലയാളി ഏജൻസ്, അതിൻ്റെയും കുറേ ഏജൻറ്റുമാർ, കോ ഏജൻസ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അവരെല്ലാം ഓരോ ലക്ഷം 2 ലക്ഷം ഇടയ്ക്കിടയ്ക്ക് നിന്ന് വാങ്ങിച്ച് അവർക്ക് മേ ബി ഏത് കമ്പനിയാണെന്നോ, ഈ ഇടയ്ക്ക് നിൽക്കുന്ന കോ ഏജൻസിന് ഏത് കമ്പനിയിലേക്കാണ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് പോലും അറിഞ്ഞുകൂടാ. എവിടെയോ ഒരു പരസ്യം കണ്ട് അവരെ മറ്റവരുടെ കോ ഏജൻറ്റായി, അതിൻ്റെ കോ ഏജൻറ്റായി ഇങ്ങനെ നിന്ന് ഒരു ചെയിൻ പോലെ നിന്ന് ഇടയ്ക്ക് നിന്ന് എനിക്ക് ഇടയ്ക്ക് എന്നാൽ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കിട്ടുമല്ലോ എന്ന്. പക്ഷേ ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു കോ ഏജൻ്റ് ആയിരിക്കും. നമ്മളുമായിട്ട് അല്ലെങ്കിൽ വിസ എടുക്കാൻ വരുന്ന ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു കോ ഏജൻ്റ് ആയിരിക്കും. ആ ആളിനോടായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിക്കുക. അപ്പോൾ തട്ടിപ്പിന് ഇരയാവുമ്പം ഇയാളോട് പൈസ ചോദിക്കുമ്പം ഇവർ ചിലപ്പോൾ ഇടയ്ക്ക് 1 ലക്ഷം 2 ലക്ഷം രൂപയെ മേടിച്ച് കാണത്തുള്ളൂ, ബാക്കിയെല്ലാം മറ്റവരായിരിക്കും മേടിക്കുന്നത്. അപ്പം ഇവർക്കാണെങ്കിൽ ഏത് കമ്പനിയാണോ ആരാണോ ഒന്നും ഒരു ബന്ധവും ഇല്ല. ഈ പൈസ കൊടുത്തവനാണെങ്കിൽ ഇവൻ്റെ മെക്കിട്ടായിരിക്കും കയറുന്നത്. ലാസ്റ്റ് എന്താ, പിന്നെ ഫുൾ പ്രശ്നമാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്ന കാര്യമാണ്. പിന്നെ EU സെറ്റിൽമെൻറ്റ് സ്കീം എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു ഒരു ഗ്രൂപ്പ് തന്നെ കണ്ടു. EU സെറ്റിൽമെൻറ്റ് സ്കീമിൽ വിസ എടുത്തു കൊടുക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് ഒരു കമ്പനിയുടെ പരസ്യം ഞാൻ കണ്ടു. ഭയങ്കര പബ്ലിക്കായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കി EU സെറ്റിൽമെൻറ്റ്, EU എന്ന് പറയുമ്പോൾ തന്നെ യൂറോപ്യൻ യൂണിയൻസ് എന്നാണ്, അതിൽ നമ്മൾ എങ്ങനെ വരും, അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോഴാണ് ഞാൻ EU സെറ്റിൽമെൻറ്റ് ഗവൺമെൻറ് സൈറ്റിൽ ഞാൻ കയറി നോക്കിയത്. അതിൽ വളരെ വ്യക്തമായി കിടപ്പുണ്ട് EU സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനിലുള്ള കൺട്രീസിലുള്ള ആൾക്കാർക്ക് മാത്രമാണ്. ഇത് ബ്രെക്സിറ്റിന് മുമ്പ് വന്നൊരു ലോയാണ്. ആ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇത് 2020 2022 ആ ഒരു കാലഘട്ടത്തിൽ വന്നൊരു ലോയാണിത്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞതാണ്. പിന്നെ എന്താണ് ഇപ്പോൾ അത് വെച്ച് അപ്ലൈ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എക്സംഷൻ കേസ് ഉണ്ട്, അതും EU കൺട്രീസിന് മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ബ്രെക്സിറ്റിന് മുൻപ് ബ്രിട്ടനും EU കൺട്രി ആയിരുന്നു, പിന്നീട് ബ്രെക്സിറ്റിന് ശേഷമാണ് അത് മാറിയത്. അപ്പം അത് EU സെറ്റിൽമെൻറ്റ് സ്കീം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഒരു ഡൗട്ട് മാറാൻ വേണ്ടിയാണ് അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിതിപ്പോൾ ഗവൺമെൻറ് സൈറ്റിലാണ് കാണിക്കുന്നത്. ഇത് ജസ്റ്റ് നോക്കിയിട്ട് വരാം നമുക്ക്. ഓക്കെ, നമുക്ക് നോക്കാം ഗവൺമെൻറ് സൈറ്റിൽ തന്നെ. ഇനി ഫസ്റ്റ് നമുക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എപ്പോൾ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഇതിൻ്റെ ഡേറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 30 ജൂണിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യണമെന്നായിരുന്നു ഡെഡ് ലൈന്. പിന്നെ ചിലവർക്ക് പറ്റും, അത് ചില റീസണബിൾ ഗ്രൗണ്ട്സ് ഉള്ളവർക്ക്, ചെറിയ എക്സംഷൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് നമുക്ക് പുറകോട്ട് നോക്കാം ആരൊക്കെയാണെന്ന്. ഇതിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് എലിജിബിൾ, അവരുടെ ഡെഡ് ലൈനും പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, EU, സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐലൻഡ് അങ്ങനെയുള്ള കൺട്രീസിൽ നിന്നും, അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്പെൻഡൻസ്, അങ്ങനെയുള്ളവരുടെ ഡിപ്പെൻഡൻസ്, അതും അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിറ്റിസൺസിൻ്റെ സ്പൗസോ അല്ലെങ്കിൽ ചൈൽഡോ അങ്ങനെ ആരെങ്കിലും, അതും അല്ലെങ്കിൽ അവരുടെ ആരുടെങ്കിലും ഫാമിലി മെമ്പർ, നോർത്തേൺ അയർലൻഡിലെ ഫാമിലി മെമ്പർ, അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് എക്സംഷനും പറഞ്ഞിരിക്കുന്നത്. ഇതിലെവിടെയെങ്കിലും ഏതെങ്കിലും ഏഷ്യൻ കൺട്രീസോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാരോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ EU സെറ്റിൽമെൻറ്റ് സ്കീമിൽ തന്നെ കിടപ്പുണ്ട് യൂറോപ്യൻ യൂണിയൻ. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് അത് ഏതെങ്കിലും ഒരു കൺട്രിയിലായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ പോലും നമുക്ക് ഓക്കെ പറയാം. പക്ഷേ ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്ന് വരിക എന്ന് പറയുമ്പം അത് ഒട്ടും നടക്കുന്ന കാര്യമല്ല. ഇത് വേണ്ട ഫാമിലി മെമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ അതും ബ്രിട്ടീഷ് സിറ്റിസൺസിൻ്റെയോ അല്ലെങ്കിൽ നോർത്തേൺ അയർലൻഡിലെ ആൾക്കാരോ, അതല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കൺട്രി നോർവേ, ഐസ്ലാൻഡ് അങ്ങനെയുള്ള കൺട്രീസിൽ എവിടെയെങ്കിലും. പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് EU ഫ്രണ്ടിയർ വർക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെയാണെങ്കിലും ഫാമിലി മെമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അവിടെ EU ഉണ്ട്, EU കൺട്രീസിലെ ആൾക്കാരാണ്. പിന്നെ ഇവർ വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ ലൂപ്പ് ഹോൾസ് കണ്ടിട്ട് നമ്മൾ അതിന് എന്താണോ അവർ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റിസൺസിൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ ആയിട്ടായിരിക്കും നമ്മളെ വെക്കുക, നമ്മൾ പോലും അറിയാതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴാണ് നമ്മളിവിടെ ആരുടെയെങ്കിലും സ്പൗസായിട്ട് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറായിട്ടൊക്കെ നിൽക്കുന്ന ആ ഒരു ഉടായ്പ രീതിയിലാണ് നമ്മളെ ഇവിടെ EU സെറ്റിൽമെൻറ്റ് സ്കീമിൽ കയറ്റുക. പിന്നെ അത് എപ്പോഴെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പം നമ്മളെ അവർ മേ ബി ഫാമിലി മെമ്പർ ആക്കിയോ, അല്ലെങ്കിൽ ചിലപ്പം ആ ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, നമ്മുടെ സ്പൗസോ നമ്മുടെ പാർട്ട്ണറോ ആണെന്ന് പറയുന്ന വ്യക്തി ചിലപ്പം അറിഞ്ഞുകൊണ്ടോ ആയിരിക്കത്തില്ല, ചിലപ്പം അറിഞ്ഞുകൊണ്ടോ ആയിരിക്കും, അവർ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് അറിഞ്ഞുകൊണ്ടോ ആയിരിക്കും. പക്ഷേ നമ്മൾ അറിയാതെ നമ്മൾ അവരുടെ
ഫാമിലി മെമ്പറോ സ്പൗസോ ആകുക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അതൊരു ഈ ഫേക്ക് കല്യാണം എന്ന് ഉദ്ദേശിച്ചത് ചിലപ്പം അതാവാനും സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് മാത്രം ഈ EU സെറ്റിൽമെൻറ്റ് സ്കീമിലേക്ക് പോകുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം EU സെറ്റിൽമെൻറ്റ് സ്കീമും അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? അപ്പം ഇനി ആരെങ്കിലും നിങ്ങൾക്ക് EU സെറ്റിൽമെൻറ്റ് സ്കീമിൽ വിസ എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏഷ്യൻ കൺട്രിയാണ്, യൂറോപ്യൻ യൂണിയൻ കൺട്രി അല്ല എന്നുള്ളൊരു ബോധമെങ്കിലും നിങ്ങൾക്ക് വേണം. ഓക്കെ, നമുക്കത് അപ്ലൈ ചെയ്ത് കുറേ പേരെ അവർ ഇങ്ങനെ കാണിക്കും, ഞങ്ങൾ അപ്ലൈ ചെയ്ത ഇവർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുടെ COSോ അല്ലെങ്കിൽ കുറേ പേരുടെ സാക്ഷ്യപത്രങ്ങളോ ഒക്കെ നിങ്ങളെ കാണിക്കുമായിരിക്കും. എനിക്ക് വിസയൊക്കെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ ഒക്കെ പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ വീഡിയോസോ ഒക്കെ നിങ്ങളെ കാണിക്കും, പ്രൊമോഷൻ്റെ വീഡിയോസൊക്കെ കാണിക്കും ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞ്. പക്ഷേ അത് അവർക്ക് കിട്ടിയതല്ല. ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഒരു വിസയ്ക്ക് വെക്കുന്ന ഒരു കാലയളവിൽ, ഇപ്പോൾ എൻ്റെ വിസ, ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം, എൻ്റെ ഒരു വിസ ഇവിടെ തീർന്നു, എൻ്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു, ഞാൻ വേറൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പം ഞാൻ ഈ കൺട്രിയിൽ നിന്ന് എക്സിറ്റ് ആയിട്ടില്ല, ഞാൻ ഇവിടെ നിൽക്കുവാണ്, എനിക്ക് ലീഗലി ഇവിടെ നിൽക്കാനുള്ള അവകാശം എനിക്കുണ്ട്. പക്ഷേ ലീഗലി വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാ കമ്പനീസും അത് സമ്മതിക്കത്തില്ല. ഞാനിപ്പം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ അവരെ കാണിച്ചു ഞാൻ എൻ്റെ വിസ പുതുക്കാൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഓൾറെഡി വിസ ഉണ്ടെങ്കിൽ, ഞാൻ ഇവിടെ COSലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ആ കമ്പനിയിലെ കാണിച്ചു എൻ്റെ വിസ, ഞാൻ പുതിയൊരു വിസ ഞാൻ പുതുക്കി, അല്ലെങ്കിൽ പുതിയൊരു വിസയ്ക്ക് ഞാൻ ഒരു ആപ്ലിക്കേഷൻ വെച്ചു, അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും ഞാൻ കാണിച്ചിട്ട് എനിക്ക് ഈ ഒരു എൻ്റെ റൈറ്റ് ടു വർക്ക് വെച്ച് ഞാൻ വർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ചില കമ്പനീസ് സമ്മതിക്കും, ചില കമ്പനീസ് സമ്മതിക്കത്തില്ല. അപ്പം അവർ പറയും അവർക്ക് ഒറിജിനൽ പ്രൂഫ് തന്നെ വേണം. മേ ബി ഇൻ കേസ് നമ്മുടെ വിസ അപ്രൂവ് ചെയ്തില്ല, റിജക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നിൽക്കാൻ, ലീഗലി വർക്ക് ചെയ്യാനുള്ള അവകാശം ഇല്ല. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഡ്യൂറേഷനാണ് നമ്മൾ ഇപ്പോൾ വിസയ്ക്ക് വെച്ചു EU സെറ്റിൽമെൻറ്റ് സ്കീം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിലേക്ക് കയറി, നമുക്കതിന് യോഗ്യരല്ല എങ്കിൽ പോലും ഈ ഫേക്ക് ഏജൻസീസൊക്കെ അത് നമുക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പം ഇപ്പോൾ കുറേ നമുക്ക് ഒരു വിസയ്ക്ക് ഇപ്പോൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു വിസയ്ക്കോ COSനോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഡ്യൂറേഷൻ എടുക്കുന്നുണ്ട്. കാരണം ഇമിഗ്രൻസിൻ്റെ വരവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അസൈലം സീക്കേഴ്സിൻ്റെ കാര്യങ്ങളും റെഫ്യൂജീസിൻ്റെ കാര്യങ്ങളെന്ന് പുതിയ ലേബർ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് സമയം എടുത്ത് എല്ലാ പേപ്പർ വർക്ക്സും അവർ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ നമുക്ക് ഒരു പീരീഡ് ഓഫ് ടൈം നമുക്ക് കിട്ടും. ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നിൽക്കുന്നവരെയാണ് ഇവർ ഈ പറയുന്നത് EU സെറ്റിൽമെൻറ്റ് സ്കീമിൽ നിൽക്കുകയാണെന്ന്. അല്ലാതെ അവർ ഒറിജിനലി EU സെറ്റിൽമെൻറ്റ് സ്കീമിൽ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയും പറഞ്ഞു വന്നത്, ഇനി ഈ ഫേക്ക് കല്യാണം നടത്തി ഇവിടെ നിൽക്കുന്നത്, ഈ ഫേക്ക് കല്യാണം നടക്കുന്ന ഒരു വ്യക്തിയെ പോലും, ഇപ്പം ഞാൻ ഒരു 5 വർഷമായി, എനിക്ക് കുറച്ച് ഫ്രണ്ട് സർക്കിൾ കുറവാണെങ്കിൽ പോലും ഞാൻ അറിഞ്ഞിട്ടില്ല ഇവിടെ ഫേക്ക് കല്യാണം നടത്തി. എൻ്റെ അറിവിലോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അറിവിലോ അങ്ങനെ ഞാൻ കുറച്ച് പേരോടൊക്കെ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയാമോ, അങ്ങനെയൊക്കെ ഞാൻ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ വരുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമല്ലോ. അപ്പോഴേ ചോദിച്ചപ്പോൾ ആർക്കും അങ്ങനെ ഒരു ഫേക്ക് കല്യാണത്തിൽ നടന്ന അത്രയ്ക്കുള്ള ധൈര്യമൊന്നും നമ്മുടെ പിള്ളേർക്കില്ല, നമ്മളൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. മാത്രമല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ ഫേക്ക്, ആ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഫേക്ക് കല്യാണം നടത്തി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ് ചെക്ക് ചെയ്യും. വെറുതെ അല്ല, ഇപ്പോൾ റൂൾസൊക്കെ സ്ട്രിക്റ്റ് ആണ്. നമ്മൾ വെറുതെ അങ്ങനെ തന്നെ അല്ലെങ്കിൽ തന്നെ ഒരു ഫേക്ക് കല്യാണത്തിനൊക്കെ നിന്ന് തരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇൻ കേസ് ഉണ്ടെങ്കിൽ പോലും അതൊക്കെ വളരെ വളരെ ചുരുക്കമാണ്. നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും, നമ്മുടെ പിള്ളേരൊന്നും ഒന്നും ചെയ്യത്തില്ലെന്നേ. ആ ഒരു ഫേക്ക് കല്യാണം നടത്തി കഴിഞ്ഞാൽ തന്നെ, ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഫേക്ക് കല്യാണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കിങ് UK ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരും നമ്മൾ ചെക്ക് ചെയ്യും, നമ്മൾ ഒരുമിച്ചാണോ, നമ്മൾ അതൊക്കെ പണ്ട് തൊട്ടേ ഉള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ ഏത് യൂറോപ്യൻ കൺട്രിയിലായാലും എല്ലാവർക്കും അറിയാം. നമ്മൾ പല സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ദിലീപിൻ്റെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, PR കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടി US-ലും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അവർ ആ വിസ അല്ലെങ്കിൽ ആ ഒരു ഫോമേ, ആ ഒരു മാരേജിൻ്റെ ഇതൊക്കെ അവർ കട്ട് ചെയ്ത് കളയും, ആ അപ്രൂവലെ കട്ട് ചെയ്ത് കളയും. അപ്പം അങ്ങനെയുള്ളിടത്ത് ഒരു ഫേക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സ്റ്റുഡൻ്റായിട്ട് വരുന്നവർക്ക്, സ്റ്റുഡൻ്റായിട്ട് നിൽക്കുന്നവർക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 വർഷം പോസിറ്റീവ് വർക്ക് വിസ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ടൈമാണ്. നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം, ഇഷ്ടം പോലെ സമ്പാദിക്കാം, നമ്മൾ മുടക്കിയതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാം. നമുക്ക് ആ ടൈമിൽ തന്നെ നമുക്കൊരു നല്ല കമ്പനിയിൽ കയറി പറ്റാനുള്ള ഒരു ടൈമും കൂടെയുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ടൈം പീരീഡ് കൊടുക്കുമ്പം ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ ഒരു ഫേക്ക് കല്യാണത്തിന് പോകുന്നത്? വെറുതെ അവൻ്റെ ജീവിതം നശിപ്പിക്കുക ആരെങ്കിലും. അതും പോട്ടെ, ഓക്കെ, നമ്മൾ ഇപ്പോൾ തോറ്റ് പൊട്ടിയിട്ട് പോസിറ്റീവ് വർക്ക് വിസ കിട്ടുന്നില്ല എങ്കിൽ പോലും, അങ്ങനെയുള്ള ഒരു പ്രശ്നം വന്നാൽ പോലും എല്ലാ യൂണിവേഴ്സിറ്റിയും റീസീറ്റിന് സമയം കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്കിവിടെ നിൽക്കാം ലീഗലായിട്ട്, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഈ ഫീസ് അടയ്ക്കാനായിട്ട് പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാട്, അത് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വന്ന സമയത്ത് ഇങ്ങനെ ഞാൻ കേട്ടു, ഫീസ് അടയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പലിശയ്ക്ക് കൊടുക്കും ആൾക്കാർ, അവർ തന്നെ ഫീസ് അടയ്ക്കും. ചിലപ്പം ഈ ഫീസ് അടയ്ക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ വെറും ഫേക്കാണ്. അവർ അടയ്ക്കത്തുമില്ല, നമ്മുടെ കയ്യിൽ പലിശയും മേടിച്ചിട്ട് ആദ്യത്തെ 1-2 ഗഡു അടിച്ചിട്ട് പിന്നെ അവരുടെ അനക്കവും കാണത്തില്ല.
അങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവരും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പോയി തലയിടരുത്. അത് ഈ പലിശയൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് മലയാളികൾ അത് ഭയങ്കര വൻ തട്ടിപ്പാണ്. പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളും അകത്താവും അവരും അകത്താവും. നമ്മുടെ കഷ്ടകാലത്തിന് ഇപ്പം ഭയങ്കര ചെക്കിങ്ങുമാണ് നടക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടരുത്, ചെന്ന് വീഴരുത്. അഥവാ നിങ്ങൾക്ക് പൈസയില്ല, ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലെങ്കിൽ നാട്ടിൽ ആരോടെങ്കിലും ചോദിക്കുക, ഫ്രണ്ട്സിനോട് ആരെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ തന്നെ ചോദിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനി വർക്ക് ചെയ്യുകയാണെങ്കിൽ മുൻകൂർ പൈസ തരും അവർ. അങ്ങനെ ഒരു കമ്പനീസിലും ഓഫറുണ്ട്. അങ്ങനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ 1 മാസത്തെ ശമ്പളം നമുക്ക് അവർ മുൻകൂർ തരും. അങ്ങനെ ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്ന് ലോൺ എടുത്തിട്ട് വരുന്നവരായിരിക്കണം. അപ്പം ലോൺ നമുക്ക് ഡ്യൂറേഷൻ ഉണ്ട്, നമുക്ക് ടൈം പീരീഡ് ഉണ്ട് അടയ്ക്കുന്നതിന്. അപ്പം അങ്ങനെയും പ്രശ്നം വരുന്നില്ല. അപ്പം ഈ ഫേക്ക് കല്യാണം നടത്തി ചെയ്യുക എന്ന് പറയുന്നത്, ഈ EU സെറ്റിൽമെൻറ്റ് സ്കീം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഫേക്ക് കല്യാണം നടത്തി ചെയ്യുക എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സാക്കി എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ EU സെറ്റിൽമെൻറ്റ് സ്കീം എന്നും പറഞ്ഞ ആൾക്കാരെ കൊണ്ടുവരുന്ന പല ഫേക്ക് ഏജൻസീസും ഉണ്ട്. നിങ്ങൾ അതിൽ വീഴാതിരിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ കല്യാണം നടത്തുക എന്ന് പറയുന്നത് ചിലപ്പം 1,000 10,000 ഒക്കെ ആയിരിക്കും നമ്മുടെ പിള്ളേർ ചെയ്യുന്നത്. ഇവിടുത്തെ വേറെ ഏതെങ്കിലും കൺട്രീസിലെ ആൾക്കാർ ചെയ്യുന്നുണ്ടോ അതൊന്നും നമ്മുടെ മാറ്റർ അല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ പിന്നെ ഈ ഒറിജിനൽ കല്യാണം നടത്തുന്നവരുണ്ട്, ഇഷ്ടം പോലെ പേരുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്. വൈറ്റ് പീപ്പിൾസും ബ്രൗണും, വൈറ്റ് പീപ്പിൾസും ബ്ലാക്ക് പീപ്പിൾസും ഒക്കെ മിക്സഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റുഡൻ്റായിട്ട് വന്ന് പരിചയപ്പെട്ട് അങ്ങനെ കല്യാണം കഴിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസസിൽ ഒറിജിനലായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് അവർ ഒന്നുകിൽ ട്രഡീഷണലായിട്ട് അല്ലെങ്കിൽ ആദ്യം ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ പോയി നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ നടത്താറുണ്ട്. അതല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ തന്നെ അവരുടെ ട്രഡീഷണൽ രീതിയിൽ നടത്താറുണ്ട്. എൻ്റെ 2-3 ഫ്രണ്ട്സിൻ്റെ കല്യാണം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഫേക്കൊന്നും അല്ല, പക്ക ഒറിജിനൽ മാരേജ് ആണ്. അവരാരും ഇതുവരെ PR അപ്ലൈ ചെയ്തിട്ടില്ല. എൻ്റെ കൂട്ടുകാരി ഒരാൾ കല്യാണം കഴിച്ചത് ഇപ്പോഴും സ്റ്റുഡൻ്റായിട്ടാണ് നിൽക്കുന്നത്. കല്യാണം കഴിച്ചു, ഡിപ്പെൻഡൻറ്റ് വിസയിലോട്ട് ഇതുവരെ മാറിയിട്ടില്ല. സ്റ്റുഡൻറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഡിപ്പെൻഡൻറ്റ് വിസയിലോട്ട് മാറാൻ വേണ്ടിയാണ്. അവർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഡിപ്പെൻഡൻറ്റ് വിസയിലോട്ട് മാറി ഇതാവാം. പക്ഷേ പുള്ളി ഇംഗ്ലീഷുകാരനല്ല, UK സിറ്റിസൺ തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആൾ തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പം നാട്ടിൽ നിന്ന് എല്ലാവരും ഇവിടെ വന്ന് കല്യാണം നടത്തി. അങ്ങനെയായിരുന്നു ഒരു ഫ്രണ്ട് സർക്കിൾ വെച്ച്. ഇനി അവർ നാട്ടിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എന്താ പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഇവളുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി ചെയ്യാനാണ്. അപ്പം അതും ഇതുമായിട്ട് മിക്സ് ചെയ്യരുത്. ഒറിജിനലായിട്ട് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ട്. അപ്പം വെറുതെ എന്തിനാണ് നമ്മളൊരു കാര്യം അറിയാതെ മറ്റുള്ളവരെ ഇങ്ങനെ ഇട്ട് ക്രൂശിക്കുന്നത്, അല്ലേ? അപ്പം ഞാൻ അങ്ങനെ ഒരു ക്ലാരിറ്റി പറയാൻ വന്നതാണ്. ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. ആ EU സെറ്റിൽമെൻറ്റ് സ്കീമെന്നും പറഞ്ഞ് ആൾക്കാരെ കൊണ്ടുവരുന്നതും ഫേക്കായിട്ട് നടത്തുന്നതും ഒക്കെ സത്യമാണ്. പക്ഷേ ഈ കല്യാണം നമ്മുടെ പിള്ളേർ ചെയ്യുന്നുണ്ടോ, നമ്മുടെ പിള്ളേർ എടുക്കുന്നുണ്ടോ എന്ന് അത് എനിക്ക് ശരിയാണെന്ന് തോന്നിയിട്ടില്ല. എൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ പിള്ളേർ അങ്ങനെ ചെയ്യുമെന്നും എനിക്ക് തോന്നിയിട്ടില്ല. നല്ലപോലെ കഷ്ടപ്പെട്ട് നല്ലപോലെ ഷിഫ്റ്റ് എടുത്ത് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ നിൽക്കുന്നവരും സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് സ്കിൽഡ് വർക്കർ വിസയിലോട്ട് മാറിയ, അതുപോലെ തന്നെ കെയർ ഹോം വിസയിലോട്ട് മാറിയ കുറേ പേരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ആരും ഇങ്ങനെയൊന്നും കല്യാണം കഴിച്ച് ഒന്നും കണ്ടിട്ടില്ല. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. Bye bye.